ധാരാളം പറഞ്ഞത് നോക്കിയേ നീ ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. പിന്നെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നടന്ന് നിങ്ങളേതോ നാറ്റിക്കണ്ട. ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. ഞാനൊരു പാവോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. എപ്പോ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളുമില്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ശുഭദിനം.